करते बैठ। ഇന്ന് എല്ലാവരും ആരാധനയ്ക്ക് പോകാനുള്ള തിരക്കിൽ ആണെന്ന് നമുക്കറിയാം. हम जानते हैं कि आज रविवार होने के कारण सभी लोग सवेरे आराधना करने के लिए, आराधना में जाने के लिए अपने अपनी तैयारियों में रहते हैं। അതിനു മുമ്പേ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് ദൈവത്തിന് ബലം പ്രാപിപ്പാൻ ദൈവം ഒരുക്കിയ ഈ വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. उससे पहले सवेरे उठकर परमेश्वर की आराधना करने के लिए, परमेश्वर ने प्रभु की उपस्थिति में समय बिताने के लिए प्रभु ने ऐसा एक अवसर दिया, इसलिए प्रभु का स्तुति धन्यवाद करते हैं। കാരണം എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ മുഖം കണ്ട് കർത്താവിനെ ആരാധിച്ച് നമ്മുടെ ദിവസം തുടങ്ങുവാൻ നമുക്ക് ഈ ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. कारण यह है कि हर दिन हम सवेरे उठकर परमेश्वर की ओर अपने आमीन चेहरे को निहारने के लिए और परमेश्वर की आराधना करते हुए, प्रभु का आमीन स्तुति करते हुए एक दिन का आरंभ करने के लिए प्रभु हमें अवसर देता है, इसलिए प्रभु का स्तुति हो। കാരണം ഈ 5 വർഷം കൊണ്ട് അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മൾ പെട്ടെന്ന് ആരാധനയ്ക്കായി അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി ദൈവം നമ്മെ ഒരുക്കിയെടുക്കുന്നുണ്ട്. और इसका कारण ये भी है कि पिछले 5 साल से परमेश्वर हमें अति भोर के समय उठकर हमें प्रभु की ओर, प्रभु के चेहरे को देखने के लिए और प्रार्थना और आराधना करने के लिए प्रभु हमें अवसर देता है। ഈ 5 വർഷം നമ്മെ വിട്ട് കടന്നു പോകുന്നു. ഈ വർഷങ്ങളെ നമ്മളൊന്ന് പിന്നിലോട്ട് ചിന്തിച്ചാൽ നമുക്ക് തന്നെ അത്ഭുതകരമായി തോന്നും. और ये पिछले 5 साल यदि हम पीछे मुड़कर देखें तो ये हमारे लिए एक अचंभा का कारण बन जाता है कि परमेश्वर ने हमें कैसा अद्भुत रीति से ले आया है। കാരണം ഈ 5 വർഷം നമ്മൾ അനുഭവിച്ച അതായ നന്മകൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം. और कारण यह है कि ये पिछले 5 साल परमेश्वर ने हमारे लिए किए हुए हर एक उपकारों को, हर एक भलाइयों को यदि हम ध्यान से याद करें तो उसी विषय के लिए हम प्रभु का धन्यवाद करते हुए प्रभु की स्तुति करने पाएंगे। അതെ, ഓരോ ദിവസവും നമ്മൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. और एक एक दिन चाहे हम कितना भी परमेश्वर का स्तुति करें इन विषयों के लिए, वे काफी नहीं रहेंगे। അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മൾ എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ആയിരിക്കുക. इसलिए प्रभु का वचन इस प्रकार हमें बताता है कि हमें हर समय परमेश्वर का भय और भक्ति के साथ प्रभु की उपस्थिति में रहना है। ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ അവർക്ക് അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. और इजरायलियों का जीवन में हम देखें तो वे अपने जीवन में ऐसे कर नहीं पाए। നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് വന്നത് അതാണ്, ഇസ്രായേൽ ജനം നന്മ പ്രാപിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. और पिछले दिनों में हम मनन करके आने वाला विषय भी यही था कि इजरायलियों ने जब अपने जीवन में वे लोग जब आशीष पाए तो वे परमेश्वर को भूलते गए। അവർ കഷ്ടതയിൽ യഹോവയോട് നിലവിളിക്കുന്നു, അവരുടെ കഷ്ടത മാറുമ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. जब वे संकट में पड़ जाते थे तो प्रभु का और वो पुकारते थे और परमेश्वर ने उस संकट में से छुड़ा देता था, लेकिन वे उसके पश्चात प्रभु से दूर हो जाते थे। അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അത് നമുക്ക് ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ ഈ അന്ത്യകാലത്തിൽ നമുക്ക് അതൊരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മൾ ദൈവസേനയിൽ ഭയഭക്തിയോടെ ആയിരിക്കുക. प्रेरित पौलुस इस प्रकार ये बात को बताता है कि ये हमारे लिए एक चुनौती के समान, हमारे लिए एक बड़े ललकार के समान हमारे सामने जब ये बात ठहरते हैं तो हम इस विषय में ध्यान देकर आगे बढ़ना है। അതെ, ഇന്ന് പകൽക്കാലം നമുക്ക് അതോടനുബന്ധിച്ച് തന്നെ ഒരു തിരുവചന ഭാഗം നമുക്ക് ചിന്തിക്കാം. और आज सुबह के समय में भी उसी वचन से संबंधित एक आयत को हम प्रभु के वचनों में से मनन करने के लिए देखेंगे। മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 48 മുതൽ 51 വരെയുള്ള വാക്യം. मत्ती के सुसमाचार 24वें अध्याय उसकी 48 आयत से लेकर 51 आयत तक हम पढ़ेंगे। മത്തി 24-ന്റെ 48 മുതലുള്ള വാക്യം. मत्ती के सुसमाचार 24वें अध्याय उसके 48 आयत से हम पढ़े। എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപ്പാനും
കുടിയാന്മാരോട് കൂടി തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ഡിപ്പിച്ച് അവന് കപടഭക്തിയോട് കൂടെ പങ്കു കൽപ്പിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. परंतु यदि वह दुष्ट दास सोचने लगे कि मेरे स्वामी के आने में देर है और अपने साथी दासों को पीटने लगे और पियकड़ों के साथ खाए पिए, तो उस दास का स्वामी ऐसे दिन आएगा जब वह उसकी बाट न जोता हो और ऐसी घड़ी जिसे वह ना जानता हो, तब वह उसे भारी ताड़ना देगा और उसका भाग कपटियों के साथ ठहराएगा, वहां रोना और दांत पीसना होगा। അതെ, നമുക്കെല്ലാം സുപരിചിതമായ ഒരു വേദഭാഗം. हम सब जानने वाला एक वचन का भाग है ये। യേശു ക്രിസ്തു ജനത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ചില ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചത്. यीशु मसीह जब लोगों के सामने जब बातें करते थे तो उन्हें कुछ बातों को स्वर्ग के राज्य के विषय में बताकर देने के समय बताया हुआ वचने हैं ये। കാരണം 46 വാക്യത്തിൽ പറയുന്നു, യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. और उसके 46वें आयत में इस प्रकार लिखा है, धन्य वे दास जिसे उसका स्वामी आकर ऐसा ही करते पाए। അതെ, യജമാനൻ വരുമ്പോൾ യജമാനൻ പറഞ്ഞതുപോലെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ. और वचन इस प्रकार हमें बताता है कि जब स्वामी आए तो स्वामी ने जैसा बोल कर गया था वैसे करने वाले दास को जब वो देखते हैं तो वो दास धन्य माना जाता है। നമ്മുടെ ആരംഭ സമയങ്ങളിൽ നമ്മൾ കർത്താവ് പറഞ്ഞത് ചെയ്തെടുക്കുവാനുള്ള ഉത്സാഹത്തോടുകൂടെ മുന്നോട്ട് വന്നവരാ. और हमारे शुरुआत के समयों में भी यही हमारी अनुभव है कि प्रभु यीशु मसीह ने जो हमसे कहा था उन बातों को बड़े उत्साह के साथ करते आने के लिए हम लोग बहुत तत्पर थे। എന്നാൽ ഈ നാളുകൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ അതേ ഉത്സാഹത്തോടും അതേ ഉണർവോടും കൂടെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? लेकिन आए हम इन दिनों में अपने जीवन को हम जांचेंगे, हम देखेंगे क्या हमारा जीवन इन दिनों में वही उत्साह और वही उमंग के साथ हम प्रभु में आगे बढ़ रहे हैं या नहीं। ഇല്ലെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒന്ന് ഉണർന്ന് ജാഗരിച്ച് ആ വചനപ്രകാരം മുന്നേറാം. नहीं, अगर हमारा जवाब नहीं में है तो हम आए इन दिनों में उठकर जागृत हो जाएं और प्रभु जैसा कहता है वैसे करने के लिए हम फिर से समर्पित हो जाएं। ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക, പക്ഷെ കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ജനം പിന്മാറിപ്പോകുന്ന ഒരവസ്ഥയാണ്. यहाँ पे हम देखते हैं कि प्रभु यीशु मसीह का आगमन निकट आ पहुंचा है, लेकिन उसकी आगमन में आने में जब देरी हो रही थी तो लोग वहां पर बहुत आलस्यता में चले जाते हैं और प्रभु के आगमन के उस हम इंतजार करने से वे दूर हो जाते हैं। പത്രോസ് പറയുന്നത് ചിലർ നനയ്ക്കുന്നത് പോലെ കർത്താവിന്റെ വരവ് താമസിക്കയില്ല. और पतरस अपने पत्रियों में इस प्रकार बताता है कि कई लोग जैसे सोच रहे हैं वैसे प्रभु यीशु मसीह अपने आने में देरी ना करेगा। ആകയാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ നാളും നാഴികയും അറിയായികയാൽ ഉണർന്നിരിപ്പാനാ കർത്താവ് നമ്മോട് പറയുന്നത്. और इसलिए प्रभु का वचन हमें ये बातों को बताते हैं कि हम जब समय और उसका आमीन आने का बातों को जब हम नहीं जानते हैं तो हम उठकर जागृत हो जाए और जागृत प्रभु के उस आगमन के लिए बने रहे। നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടുവന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. हम जानते हैं निर्गमन के पुस्तक में हम पिछले दिनों में मनन करते आए हुआ एक विषय है। പുറപ്പാട് 32 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ വായിച്ചു, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, അവർ കളിപ്പാൻ എഴുന്നേറ്റു. निर्गमन के पुस्तक उसके 32 अध्याय उसके 6 वचन में हम ये बात को पढ़ते हैं कि उन दिनों में लोग आमीन खाने के लिए पीने के लिए बैठे हुए थे और उसके बाद खेल कूद करने के लिए उठे। അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മോശയുടെ വരവ് നോക്കി അവർ കാത്തിരുന്നു. उसका कारण ये है क्योंकि वे लोग मूसा के आने की इंतजार कर रहे थे।
കഴിഞ്ഞ 40 ദിവസങ്ങൾ അവർ കാത്തിരുന്നു മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയ മോശ ഇപ്പോൾ വരുമെന്ന്. और पिछले 40 दिन तक वे लोग इंतजार कर रहे थे कि वे मूसा जो उस पर्वत पे चढ़कर गया है वे लौट कर आएंगे। എന്നാൽ മോശയുടെ വരവ് താമസിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അവർ അന്യ ദൈവങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചത്. लेकिन मूसा का आगमन या मूसा का आने का समय के लिए देरी हो रहा है, इसीलिए वे लोग अन्य देवी देवताओं के सामने अपने चेहरे को मोड़ दिए। മാനുഷികമായ രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ അവർ ചെയ്തത് തെറ്റല്ല എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. आमीन। मानुषिक रीति से यदि हम सोचेंगे तो उन्होंने जो भी कार्य उन समय में किया था, हो सकता है कि वो गलत नहीं है, हम ऐसे कहने पाए। എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മോശ പർവ്വതത്തിലേക്ക് കയറി പോയതിനു ശേഷം പർവ്വതം മൊത്തവും തീ കൊണ്ട് മൂടിയിരിക്കുക. कारण ये था क्योंकि मूसा जब उस पर्वत में चढ़कर जब चला गया, वो पर्वत सारा आग के उस चपेट में आ गए थे। ഇന്ന് വരെയും ഇസ്രായേൽ ജനം കണ്ടിട്ടുള്ളത് തീക്കുള്ളിൽ പോയതെല്ലാം ദഹിച്ചു പോയിട്ടേ ഉള്ളൂ, നശിച്ചു പോയിട്ടേ ഉള്ളൂ, അവിടെ നിന്നൊന്നും പുറത്തു വന്നിട്ടില്ല. आज तक इजरायली लोगों ने यदि कुछ देखा है तो उन्होंने यही देखा था कि आमीन, जो भी लोग आग के चपेट में आए हैं वे लोग सब जलकर नष्ट हुए ही हैं। അപ്പോ അങ്ങനെയുള്ള സമയത്ത് 40 ദിവസം കൊണ്ട് തീക്കുള്ളിലേക്ക് പോയ ഒരു വ്യക്തി ഇനിയും തിരിച്ചു വരുമെന്ന് എന്താണ് വിശ്വാസം? और ऐसा रहने के समय में 40 दिन पहला उस पर्वत के उस आग के अंदर प्रवेश किया हुआ एक व्यक्ति मृत्यु ही पाया होगा, या उसके आगे वे लोग और भी क्या सोच पाएंगे? അവർ ഇത്രയും ദിവസം കാത്തിരുന്നു. മോശ പോയി, പക്ഷെ മോശയോട് കൂടെ ഇരുന്ന ആ ദൈവത്തെയും കാണാനില്ല, മോശയും കാണാനില്ല. और कारण ये भी है क्योंकि वे लोग इस प्रकार सोचने लगे कि मूसा तो चला गया, लेकिन मूसा का साथ जो परमेश्वर था उसे भी अब दिख नहीं रहा है। അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം കൂടെ അഹരോന്റെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് മുമ്പായി നടക്കാൻ ഒരു ദൈവം വേണം, അതുപോലെ മോശയ്ക്ക് ബദലായിട്ട് ഒരു വ്യക്തിയും വേണം. और इसलिए वे सारे इजरायली लोग आरून के पास जाकर इस प्रकार से बोलने लगा कि हमारे आगे आगे चलने के लिए हमें एक परमेश्वर की आवश्यकता है, एक ईश्वर की आवश्यकता है, इसलिए हमें उसे तैयार कर दें। ആ വിഷയം അഹരോൻ സന്തോഷത്തോടെ തെരഞ്ഞെടുത്തു, അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുത്തു. और वचन ये बात को बताते हैं कि आरून ने इस बात को बड़े खुशी के साथ स्वीकार करते हुए उनके लिए उनकी मांग के अनुसार कर दिया। അഹരോന് ഇപ്പോ ഒരു നേതൃത്വം കിട്ടി, അതായത് ഇസ്രായേൽ ജനങ്ങളെ നയിക്കുവാൻ ഒരു ദൈവത്തെയും അഹരോൻ ഉണ്ടാക്കി കൊടുത്തു. और आरून के जीवन में ये बात को हम देखते हैं कि वे अब एक अगुवाई के पद में भी आए हुए हैं, और इजरायली लोगों को आगे चलाने के लिए एक ईश्वर को भी उसने बना कर दे दिए। ആ അഹരോൻ ചെയ്ത പ്രവൃത്തിയാണ്, അതേ പ്രവൃത്തിയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. और आरून ने जो कार्यों को किया था वही कार्य हम मत्ती के सुसमाचार में आज सुबह को हमने पढ़ा है। അതെ, അവനോട് യജമാനൻ അവരോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. और यहाँ पर हम ये बात को देखते हैं कि स्वामी ने उन्हें एक बात को बताकर सौंप कर गया हुआ था। അപ്പോൾ ആ ദാസന് ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, എത്ര താമസിച്ചാലും യജമാനൻ ഒരു ദിവസം മടങ്ങി വരും. और ऐसे अवसर में ये दास को इतना ही करना था कि वो स्वामी कितना भी देरी हो जाए, इस दास को वहां इंतजार करके बैठना है। കാരണം 45 വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, എന്നാൽ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേൽ ആക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാണ്. कारण उसके 45वें आयत में इस प्रकार हम पढ़ते हैं, अतः वह विश्वास योग्य और बुद्धिमान दास कौन है, जिसे स्वामी ने अपने नौकर चाकरों पर सरदार ठहराया कि समय पर उन्हें भोजन दे। നോക്കിയേ, സമയത്തിന് അതാത് സമയത്തിന് ഭക്ഷണം കൊടുക്കുക, അതാണ് ഈ ദാസന്റെ ജോലി.
और देखिए यहाँ पर वचन इस प्रकार कहता है कि समय पर, सही समय पर लोगों को भोजन प्रदान हो जाए, यही था ये दास का कर्तव्य। അപ്പോൾ ദാസൻ ചെയ്യേണ്ടത് യജമാനൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് മാത്രമേ ദാസന്റെ ഉത്തരവാദിത്തമുള്ളൂ. यहाँ पर ये दास का कर्तव्य इतना ही था कि जो भी स्वामी ने जैसे बताया है वैसे ही वे उसके आने तक करते रहे। അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് തന്നോട് കൽപ്പിച്ചതൊക്കെയും വിശ്വസ്തയോടെ ചെയ്തെടുക്കുന്ന ദാസൻ. और इसलिए परमेश्वर वहां पर इस प्रकार को बताता है कि अब उस जो 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 ऐसा दास जिसे जो कुछ भी कहा गया था उसको उसने वैसा ही पूरा करने वाला वो अच्छा विश्वास योग्य दास। പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം ആക്കി വെച്ചിരിക്കുന്നതും ഇത് ചെയ്തെടുക്കുവാൻ വേണ്ടിയാ. और प्रिय लोगों, ये बात को हमें भी समझना है कि हमें और आपको परमेश्वर ने यहाँ पर इस प्रकार इसीलिए ठहराया है क्योंकि परमेश्वर का जो कार्य जो प्रभु ने हमारे जीवन में सौंपा है वो हम पूरा कर पाए। നമ്മുടെ കയ്യിൽ കർത്താവ് ചിലത് ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് പോയത്. അത് നമ്മൾ വ്യാപാരം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. परमेश्वर ने हमारे हाथ में कुछ हमें सौंप कर गया है तो हमारा एकमात्र लक्ष्य यही होना है कि प्रभु ने हमें जो दिया है उसी का हम अच्छे रीति से व्यापार करें। അത് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു സ്ത്രീ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളോട് മാത്രം പറയുവാനുള്ളതല്ല, പിന്നെയോ ലോകത്തിലെ സകല ജനത്തോടും പറയാനാ കർത്താവ് പറഞ്ഞു. और पिछले दिनों में केरल में एक बहन ने इस प्रकार जैसे कहा था कि परमेश्वर के वचन में लिखी हुई बातें केवल मसीहों को कहने के लिए नहीं, परंतु यीशु ने इस प्रकार कहा है कि जाकर सारे दुनिया के लोगों को ये बातों को बताओ। ആ സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാ, നിങ്ങൾ ക്രിസ്ത്യാനികളോട് മാത്രം പറഞ്ഞാൽ മതിയെന്ന. और वो बहन ने इस प्रकार कहा था, क्या तुम ये सिर्फ ईसाइयों को ही बताएंगे क्या? എന്നാൽ യേശു പറഞ്ഞത് സകല മനുഷ്യരോടും, ഭൂമിയിലുള്ള സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പറയുക എന്നുള്ളതാണ്. लेकिन यीशु मसीह ने इस प्रकार बताया है कि तुम जाकर इस संसार में, इस सारे पृथ्वी में सभी लोगों को, सभी जाति के लोगों को इन बातों को बताओ और उन्हें सुनाओ। അപ്പോ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ വിശ്വസ്തയോടെ ചെയ്തെടുക്കുക എന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. तो प्रभु यीशु मसीह हमारे जीवन से यही मांग रखता है या इच्छा रखता है कि हमें जो भी बातें सौंपी गई हैं वे हम विश्वास योग्यता के साथ उसको पूरा करें। അത് കുറച്ച് ദിവസങ്ങൾ ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുക എന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. और ऐसे कुछ दिनों तक करते हुए फिर बाद में अपनी इच्छा के अनुसार बाकी कार्यों को करना, ये नहीं है प्रभु जो हमसे चाहता है। ആ യജമാനനെ താമസിച്ചേ വരത്തുള്ളൂ, അതുകൊണ്ട് അതുവരെയും നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. वो स्वामी अब देरी से ही आएगा तो तब तक अपनी इच्छा के अनुसार हम जी लेंगे, ऐसे हम यदि कह रहे हैं तो काम नहीं बनेगा। കാരണം നമ്മെ കാണുന്നത് ഈ ലോകത്തിലെ മനുഷ്യരോ നമ്മെ ആക്കി വെച്ച അല്ലെങ്കിൽ നമ്മെ നോക്കി നടത്തുന്ന വ്യക്തികളോ അല്ല. कारण यह है क्योंकि हमें यहाँ पर इस संसार में नियुक्त किया हुआ इस संसार के कोई व्यक्ति या हम देखने वाले कोई ऐसे अधिकारी नहीं है। അവൻ നമ്മെ ആക്കി വെച്ച അവൻ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മെ ആക്കി വെച്ച കർത്താവ് നമ്മെ കാണുന്നു. और हमें इस संसार की उत्पत्ति से पहले हमें बुलाकर हमें नियुक्त कर कर ठहराया वो परमेश्वर जो है वो हमारी हम इन सारी बातों को वो देखता है। ആകയാൽ ആ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടുകൂടെ തന്റെ വേല ചെയ്തെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. इसलिए प्रभु हमारे जीवन से यही चाहता है कि वो प्रभु की उपस्थिति में हम जो भी कार्य करते हैं वो विश्वास योग्यता के साथ हम पूरा करने पाए। ഇവിടെ മോശയുടെ വരവ് താമസിച്ചപ്പോൾ ജനത്തിന്റെ ചിന്ത മാറിപ്പോയി. यहाँ पर हम देखते हैं कि मूसा की आगमन में जब देरी हो रहा था तो लोगों के अंदर की जो सोच है उसमें एक बदलाव आने लगा। അതെ, അതുകൊണ്ടാണ് അവർ അവരുടേതായ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ അവർ പാത തെരഞ്ഞെടുത്തത്. इसलिए हम देखते हैं कि वे लोग अपनी इच्छा से जीने के लिए वे अपने रास्तों को ढूंढने लगे। അവർക്ക് ഇപ്പോൾ ഒരു ദൈവത്തെ വേണം, അവർക്ക് ആരാധിക്കുവാൻ ഒരു ദൈവത്തെ വേണം, അതാണ് അവരുടെ ആവശ്യം.
और अब उनका यही इच्छा और मांग है कि आराधना करने के लिए एक परमेश्वर की आवश्यकता है, और यही मांग को वे आरोन के सामने कर रहे थे। അപ്പോൾ അവർക്ക് ആമേൻ മോശ പറഞ്ഞ വാക്കുകളോ ദൈവത്തിന്റെ വാക്കുകളോ അല്ല അഹരോന് പ്രധാനം, ജനത്തിന്റെ വാക്കുകളായിരുന്നു പ്രധാനം. आरोन के लिए भी मूसा ने जो कहकर गया था, या जो परमेश्वर ने उन्हें वादा किया था, वो नहीं था प्राथमिकता, परंतु उसके सामने जो लोग कह रहे थे उसी को वे प्राथमिकता दे रहे थे। തന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണ്, തന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, തന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എന്തെന്ന് പോലും അഹരോന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. आरोन अपने जीवन में उसके लिए जो परमेश्वर की योजनाएं या प्रभु का उद्देश्य क्या है, आरोन को परमेश्वर ने किस लिए बुलाकर ठहराया है, इन बातों को भी वो सोचने से वे नाकाम रह गए। എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചു, എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നൽകി, എന്തൊക്കെ നമ്മോട് ചെയ്യുവാൻ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുന്നവരായി തീരുക. परमेश्वर के प्रिय लोगों, परमेश्वर ने हम और आपको किस लिए बुलाया है, क्या क्या वायदाओं को हमारे ऊपर दिया है, और क्या हमें करने के लिए कहा है, उन बातों को हम अच्छे रीति से पक्का करते हुए अपने जीवन को प्रभु के सामने हम आगे बढ़ाएं। അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. इसलिए प्रेरित पौलुस इस प्रकार हमें बातों को बताते हैं कि परमेश्वर का इच्छा क्या है जानकर हम अपने जीवन को, हमारे मनों को उसी के लिए तैयार करते हुए आगे बढ़े। ആ ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക. वो परमेश्वर का इच्छा क्या है यदि हमें पहचानना है, तो परमेश्वर का वचन क्या कहता है उसी के बारे में हमें जानना जरूरी है। സങ്കീർത്തനങ്ങളുടെ പുസ്തകം 50-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് ഇങ്ങനെ പറയുന്നു, भजन संहिता 50 उसके 23वें वचन को हम जब पढ़ते हैं, तो दाऊद इस प्रकार वचन में बात को कहता है, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കും. धन्यवाद के बलिदान का चढ़ाने वाला मेरी महिमा करता है, और जो अपने चरित्र उत्तम रखता है उसको मैं परमेश्वर का किया हुआ उद्धार दिखाऊंगा। അപ്പോ ആമേൻ ആമേൻ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുക, സ്തോത്രം എന്ന യാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. तो पहली बात हमें बात को ध्यान रखना है कि हमें परमेश्वर के उपस्थिति में धन्यवाद का जो बलिदान है वो चढ़ाते हुए परमेश्वर की महिमा हमें करना है। ഈ ലോകത്തിലെ മനുഷ്യരെ മഹത്വപ്പെടുത്തുവാനോ പ്രസാദിപ്പിക്കുവാനോ അല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. परमेश्वर हमसे ये नहीं कहता कि इस संसार के लोगों के नाम को ऊंचा उठाए या उनकी महिमा हम करते रहे। ഈ ലോകത്തിലെ ഒരു മനുഷ്യനെയും നമുക്ക് പ്രസാദിപ്പിക്കുവാനോ തൃപ്തിപ്പെടുത്തുവാനോ കഴിയത്തില്ല. और ये बात को भी हमें ध्यान रखना है कि दुनिया के कोई भी व्यक्ति या कोई भी मनुष्य को हम प्रसन्न नहीं कर सकता, या उन्हें हम खुश नहीं रख सकते। കാരണം ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ചെയ്തുകൊണ്ടിരിക്കുന്നോ ആ സമയം വരെയും അവർ നമ്മുടെ മുമ്പ് നന്ദിയുള്ളവരായിരിക്കും. और यह बात इसलिए है क्योंकि जब तक उस व्यक्ति के लिए हम काम करते रहेंगे, तब तक वो व्यक्ति हमारे प्रति धन्यवाद करते रहेंगे। ഒരു പ്രാവശ്യം നമുക്കത് ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ അവർ നമ്മെ കുറിച്ച് മോശമായി പറയും. और हमें एक बार यदि हम उसी के लिए कुछ कार्यों को कर नहीं पा रहे हैं, तो अगले ही क्षण वो हमारे विषय में बुरा भला बोलते बैठेंगे। ഇല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. और इस विषय के लिए हमारे घर के अंदर हमारे बच्चे जो हैं उन्हीं को हम ध्यान से देखेंगे। ആ കുഞ്ഞ് നമ്മളോട് ചോദിക്കുന്നതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ കുഞ്ഞ് നിരാശപ്പെടും. और वो बच्चा हमसे जो जो पूछता है वो हम सब करते रहते हैं, परंतु एक बार यदि उसने मांगा हुआ कुछ बात को यदि हम कर नहीं पाए, तो वो तुरंत निराश हो जाते हैं। പ്രൈസ് ലോർഡ്, ഞാൻ ചോദിക്കുന്നത് ഒന്നും എനിക്ക് വാങ്ങി തരുന്നില്ല, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാത്ത മാതാവും പിതാവും എന്ന് അവർ പറയും. और वो तुरंत इस बात को बोल देते हैं कि मैं जो भी मांगता हूं मेरी माता पिता हमारे लिए नहीं करते हैं, मेरे माता पिता हमारी कोई भी आवश्यकताओं को पूरा नहीं करने वाले हैं। ആകയാൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെയും നമുക്ക് പ്രസാദിപ്പിക്കുവാനോ തൃപ്തിപ്പെടുത്തുവാനോ കഴിയത്തില്ല.
इसलिए ये बात को हमें समझना है कि इस दुनिया के कोई भी एक व्यक्ति को हम पूर्ण रीति से प्रसन्न नहीं कर सकता या तृप्त नहीं कर सकते। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിട്ടല്ല, പിന്നെയോ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടാ. इसलिए प्रेरित पौलुस ये बात को बता रहा है कि मैं मनुष्यों को प्रसन्न करने वाला नहीं, परंतु मैं परमेश्वर को प्रसन्न करने वाला व्यक्ति बनना चाहता हूं। ഇവിടെ പറയുന്നത് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. यहाँ पर प्रभु का वचन कहता है कि धन्यवाद के बलि चढ़ाने वाला व्यक्ति परमेश्वर की महिमा करता है। ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ദാനങ്ങളെ ഓർത്ത്, ദൈവ പ്രവർത്തികളെ ഓർത്ത്, ദൈവം നടത്തിയതോർത്ത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. हमें परमेश्वर ने दिया हुआ हर एक दान के लिए हम प्रभु के जीवन से अनुभव करने वाला हर एक कार्यों को, प्रभु करने वाला हर एक कामों को ध्यान करते हुए परमेश्वर का धन्यवाद करने वाला व्यक्ति हमें बनना है। അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഹെഡിങ് ഇങ്ങനെ പറഞ്ഞത്, എല്ലായ്പ്പോഴും ദൈവഭക്തിയോടെ ആയിരിക്കുക. इसलिए उसके शीर्षक को मैंने इस प्रकार कहा कि हर समय में परमेश्वर का भय और भक्ति के साथ हम अपने जीवन को जीना है। നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും അവിടെയെല്ലാം നമ്മൾ ദൈവഭക്തിയോടെ ആയിരിക്കണം. हमारे जीवन में चाहे जो भी मुश्किल अवस्थाएं आए, चाहे कितना भी कठिन परिस्थितियां आए, उस समय में भी हम परमेश्वर की महिमा स्तुति करने वाला बने। അതാണ് ഇയ്യോബ് പറയുന്നത്. ആമേൻ, നമ്മുടെ നല്ല സമയത്ത് നമ്മെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഇരുന്നു എങ്കിൽ ഈ പ്രതികൂലം കടന്നു വന്നപ്പോഴും നമ്മൾ സന്തോഷിക്കേണ്ടതാണ്. और इसलिए अय्यूब अपने जीवन से ये बात को बता रहा है, क्योंकि हमारी अच्छे समय में सब कुछ परमेश्वर ने हमारे लिए अच्छे से किया है, तो यदि इस समय जो हमारे लिए विपरीत है, वो भी जो प्रभु हमारे लिए जो कुछ करता है उसी के लिए प्रभु के प्रति धन्यवाद के साथ हमें बैठना है। നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ആമേൻ, നന്മകൾ പ്രാപിക്കുമ്പോൾ സന്തോഷിക്കുകയും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നിരാശപ്പെടുകയും തളർന്നു പോകുന്ന അവസ്ഥയാണോ? हम अपने आप को जांच कर देखेंगे प्रियो, क्या हमारे जीवन में केवल भलाई और अच्छा आने के समय में हम हमेशा प्रभु के प्रति आनंदित रहने वाले बने हैं, और हमारे जीवन में जब मुश्किलें आती हैं, कठिनाइयां आती हैं, तो क्या हम प्रभु के प्रति नाराज होकर बैठने वाले व्यक्ति हैं क्या? അതെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ദൈവത്തെ കുറ്റം പറയുകയും ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണോ? क्या हमारे जीवन में कई परिस्थिति जब विपरीत हो जाते हैं, कठिनाइयां जब आ जाती हैं, तो हम क्या प्रभु के सामने हम उलट बोलने वाले बन जाते हैं क्या? ആകയാൽ ദൈവവചനം പറയുന്നത്, ആമേ, ദൈവത്തെ മഹത്വപ്പെടുത്തുക, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുക. इसलिए प्रभु का वचन इस प्रकार हमें बताता है कि हमें परमेश्वर की महिमा करना है और हमारे चाल चलनों को हमें सही करना है। കാരണം ആ വ്യക്തിക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിക്കുമെന്ന്. इसलिए क्योंकि वचन हमें इस बात को बताता है कि ऐसा करने वालों के लिए परमेश्वर अपने उद्धार को दिखाएगा। അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ നന്ദിയുള്ളവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തന്നെ ഇരിക്കണം. इसलिए हम अपने जीवन में हमेशा परमेश्वर के प्रति धन्यवादी और परमेश्वर का महिमा करते हुए हमें बैठना है। അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എല്ലാറ്റിനും വേണ്ടി, എല്ലാ विषयങ്ങൾക്കും വേണ്ടി നിങ്ങൾ സ്തോത്രം ചെയ്യണം. इसलिए प्रेरित पौलुस हमें बताता है, क्योंकि हर विषय के लिए, हर कार्यों के लिए हमें परमेश्वर के प्रति धन्यवाद देना है। അത് ദുഃഖത്തിന്റെ വേളയായാലും സന്തോഷത്തിന്റെ വേളയായാലും നിരാശയുടെ വേളയായാലും നമ്മൾ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരണം. चाहे वो दुख का समय है या आनंद का समय है, चाहे वो निराशा का समय हो, चाहे कैसे भी समय क्यों ना हो, हर समय हम परमेश्वर का धन्यवाद करते हुए हमें बढ़ना है। അതിന് നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ആമേൻ വിശ്വസ്തരെന്ന് പറയാൻ പറ്റത്തില്ല. यदि ये हम अपने जीवन में नहीं कर पा रहे हैं, तो हम विश्वास योग्य हैं, ये हम नहीं कह पाएंगे। കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ അതെല്ലാം കടന്നു വരേണ്ടതാ, കടന്നു വരുന്നതുമാണ്. और कारण यह है कि ये सारी बातें हमारे जीवन में आने वाले विषय हैं, और ये सब हमारे जीवन में होने वाला एक बात भी है। കാരണം ജീവിതം എപ്പോഴും ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നതല്ല.
कारण यह है हमारा एक जीवन जो है ये एक ही अवसर पर या एक ही ऐसे आमीन परिस्थिति में होकर जाने वाला एक जीवन नहीं है। ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരുപോലെ പോയാൽ അത് നമുക്ക് തന്നെ ബോറടിക്കും. और आप थोड़ा सोच कर देखिए कि एक ही अनुभव में यदि हम जाते रहेंगे तो हम ही उस विषय में ऊब जाएंगे। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമാകുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോഴും നമ്മൾ വ്യത്യസ്തരായി തീരുകയല്ല, ഒരുപോലെ എപ്പോഴും ദൈവഭക്തിയോടെ ആയിരിക്കണം. इसलिए यदि हम अपने जीवन में हमारे जीवन में यदि विपरीत अवस्थाएं या अनुभवों को हम यदि अपने जीवन में सामना करते हैं तो वहां पर हम थकने वाला नहीं परंतु प्रभु के प्रति विश्वास करते हुए हमें आगे बढ़ते रहना है। ഇസ്രായേൽ ജനങ്ങൾ അവർ പലപ്പോഴായി ഇത് ചെയ്തുകൊണ്ടേയിരുന്നു. और इजरायली लोग जो हैं वे लोग कई बार ऐसे कार्यों को वे अपने जीवन में करते रहे। കാരണം ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, ഓരോ ന്യായപാലനം ചെയ്യുന്നവർ കടന്നു വരുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കും. और कारण यह है क्योंकि जब न्यायों की पुस्तक में हम जाकर पढ़ते हैं तो वहां पर इस प्रकार बताया जाता है कि एक एक समय जब नए न्यायी जब खड़े होते थे तो प्रभु के लोग इजरायली लोग प्रभु की आराधना करने के लिए मुड़ जाते थे। അവരെ നടത്തുവാൻ ദൈവം നിയോഗിച്ച ആൾക്കാർ വരുമ്പോൾ അവർ ദൈവത്തെ ഭയപ്പെടുകയും ദൈവവചനപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യും. उनको चलाने के लिए परमेश्वर की ओर से नियुक्त करने वाले लोग जब आते थे तो वे लोग प्रभु की ओर भयभीत होकर या प्रभु का भय रखते हुए परमेश्वर की आराधना करने के लिए तैयार होते थे। ആ വ്യക്തി അവരുടെ മധ്യയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോകും. वो व्यक्ति यदि उसके सामने से चला जाए तो वे लोग पहले जैसी अवस्था में मुड़कर जाते थे और प्रभु से दूर हो जाते थे। പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതല്ലേ സംഭവിക്കുന്നത്? कई बार हमारे जीवन में भी क्या ऐसी ही अवस्थाएं नहीं होती हैं? ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയും ദൈവത്തോട് ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. कई बार कई ऐसे प्रचारों को जब हम सुनते हैं तो हम तुरंत अपने आप को प्रभु के वचन के सामने परखते हैं, अपने जीवन को प्रभु के सामने सौंपते हुए हम प्रभु के पास अपनी गलतियों को क्षमा मांगने के लिए चले जाते हैं। ഇന്നു മുതൽ എനിക്ക് ആമേൻ ഒരു പുതിയ ജീവിതം നയിക്കണം, ഇനി ഞാൻ മുന്നോട്ടുള്ള ജീവിതകാലം മൊത്തവും ഈ വചനപ്രകാരം ജീവിക്കുമെന്ന് തീരുമാനമെടുക്കും. और हम उस दिन एक निर्णय ले लेते हैं कि आज से मुझे एक प्रभु की इच्छा के अनुसार एक जीवन जीना है, प्रभु का वचन जैसे कहता है वैसे मैं अपने जीवन को समर्पित करता हूं, ऐसे हम कह देते हैं। എന്നാൽ അടുത്ത സമയത്ത് അത് വേറെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതെല്ലാം നാം മറന്നുപോകും. परंतु अगले ही क्षण में कुछ और बातें जब हमारे जीवन में आ जाते हैं तो उन सारी बातों को जो हमने निर्णयों में बस बोला था वे भूल जाते हैं। അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആമേൻ എല്ലാ പുതുവർഷത്തിലും നമ്മൾ പറയുന്ന സാക്ഷ്യം. इसके सबसे बड़ा एक उदाहरण है जो हम हर साल पहले दिन या नए साल में प्रवेश करने के समय बोलने वाली गवाही की बातें। പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ, നമ്മൾ ദൈവസനയിൽ പറയുന്ന വാക്കുകൾ ആമേൻ അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുന്നത് ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ അറിയാം. और कई बार हम प्रभु की उपस्थिति में लेने वाले निर्णय या प्रभु के सम्मुख में लेने वाली बातों को हम पूर्ण नहीं कर पाते हैं और ऐसा एक अवस्थाओं को हम अच्छे से जानते हैं। അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട്. ആ പ്രൈസലോടെ കഥയാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരുന്നത്. और उसी के पश्चात या उसी के संबंधित मैंने सुना एक कहानी है और कहानी मेरे मन में तुरंत मुझे याद आ रहा है। ഒരു തണുപ്പ് കാലത്ത് ഒരു നായ് ഒരു തീരുമാനമെടുത്തു. ആമേൻ തന്റെ ജീവിതത്തിൽ ഈ തണുപ്പിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. और एक ठंड के समय या शीतकालीन समय में एक कुत्ता ने हमें इस प्रकार से एक निर्णय लिया कि ऐसे शीतकाल के समय में मुझे एक कार्यों को करना है। രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഭയങ്കര തണുപ്പാ, അതുകൊണ്ട് ആ നായ ഒരു തീരുമാനമെടുത്തു, നാളെ രാവിലെ തന്നെ ഒരു കമ്പിളി മേടിക്കണം. और रात को सोने में जाने के समय में बहुत ठंड के कारण ये कुत्ता जो है ये ऐसे निर्णय लेता है कि कल सवेरे ही पहले कार्य मुझे ये करना है कि मुझे जाकर एक कंबल खरीदना है। നേരം വെളുത്തപ്പോൾ സൂര്യന്റെ പ്രകാശം അടിച്ച് ചൂടായപ്പോ ഈ നായ അത് മറന്നുപോയി.
सुबह उठने के समय में जब सूरज की रोशनी पड़ते हैं और शरीर में जब गर्मी लगती है, तो ये कुत्ता जो है ये परिस्थिति या ये लिया हुआ निर्णय को भूल जाता है। വീണ്ടും രാത്രി ആയപ്പോൾ ഓർമ്മ വന്നു ഭയങ്കര തണുപ്പാ, ആ തണുപ്പ് സമയത്ത് കമ്പിളി മേടിക്കണം. और रात होने के समय में फिर से उसे याद आ रहा है कि रात हुआ है, बहुत ठंड है, मुझे मुझे तो कंबल लेना चाहिए था। പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ അങ്ങനെയല്ലേ? ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില വചനങ്ങൾ കേൾക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇതിൻ പ്രകാരം ജീവിക്കണമെന്ന ഒരു തീരുമാനം എടുക്കാറുണ്ട്. और कई बार हमारी भी निर्णय ऐसे ही है ना कि जब हम एक अच्छा संदेश को सुनते हैं या कुछ हम बातों को सीखते हैं, तो तुरंत हम अपने जीवन को जांचते हुए बोलते हैं कि मेरे भी जीवन में ऐसी अवस्था मुझे चाहिए, और तुरंत हम निर्णय को ले लेते हैं। ഇസ്രായേൽ ജനങ്ങളുടെ ചിന്തയെല്ലാം ഇതുപോലെ ആയിരുന്നു, അവരുടെ തീരുമാനങ്ങളെല്ലാം ഇതുപോലെ ആയിരുന്നു. और इजरायली लोगों का विचार और इजरायली लोगों का निर्णयों भी इसी प्रकार का हुआ करता था। എന്നാൽ അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവർക്കെല്ലാം ആ കനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. लेकिन इसका परिणाम क्या हो रहा है कि वे लोग कोई भी उस कनान देश में प्रवेश नहीं कर पाए। പൗലോസ് പറയുന്നു, അവർ ഒരേ ആത്മീക ആഹാരം കഴിച്ചു, ഒരേ പാനീയം കുടിച്ചു, ആ ദൈവത്തിന്റെ പ്രീസലോട് ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത്. और पौलुस इस प्रकार वचन में बताता है कि वे लोग एक ही उस अमीन कटोरे में से पिए और एक ही भोजन को उन्होंने खाए। वे लोग वही आनंद के अनुभव में से होकर जा रहे थे। പക്ഷേ എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ല. लेकिन वचन आगे इस प्रकार कह रहा है कि उनमें से सब में प्रभु प्रसन्न नहीं रहा। ഇന്ന് പകൽക്കാലം നാം ഒന്ന് പരിശോധിക്കുക, എന്നിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? आज सुबह के समय में हम अपने जीवन को जांच कर देखना है, क्या परमेश्वर मुझ में प्रसन्न हो रहा है या नहीं। എന്റെ തീരുമാനത്തിൽ എനിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? क्या मैं अपने निर्णयों में मैं बना रह पा रहा हूं या नहीं। യേശു ക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നു എന്ന് കണ്ടിട്ട് നാം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരാണോ? यीशु मसीह के आगमन बहुत निकट है, ये देखने के पश्चात भी हम अपने ही अवस्थाओं में बैठने वाले हैं क्या। ആമേൻ. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. आज सुबह के समय में हम अपने आप को जांच कर देखेंगे प्रियो। നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിട്ടുള്ളത്, നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ വിശ്വസ്തയോടുകൂടെ പരിപാലിക്കുക. प्रभु यीशु मसीह ने हमारे हाथों में जो दिया है, हमें जो सौंपा है, वो बहुत विश्वास योग्यता के साथ हम उसको लेकर चलना है। കാരണം ആമേൻ, യേശു പറഞ്ഞ ആമേൻ നല്ല ശമരിയക്കാരന്റെ ഉപമയിൽ യേശു പറഞ്ഞൊരു വിഷയമുണ്ട്. कारण यह है, यीशु मसीह ने उस अच्छे सामरी के विषय में जब एक दृष्टांत को कहा था, तो उस प्रकार यीशु कहता है, ആ വഴിയമ്പലക്കാരന്റെ കയ്യിൽ 2 വെള്ളിക്കാശ് കൊടുത്തിട്ട് പറഞ്ഞത്, ഞാൻ മടങ്ങി വരും. और सराय के मालिक के हाथ में 2 सिक्के को देखकर उसने इस प्रकार कहकर गया कि मैं जा रहा हूं, मैं लौट कर आने वाला हूं। അതെ, നീ ഇതിനെ കൊണ്ട് ഈ വ്യക്തിയെ ശുശ്രൂഷിക്കുക, അധികം ചെലവിട്ടാൽ ഞാൻ മടങ്ങി വന്ന് തന്നോളാം. और उस सामरी व्यक्ति ने सराय के मालिक से इस प्रकार कह रहा था, क्योंकि हमें ये जो सिक्का है, इससे जो कुछ कर सकता है तो कर लेना, यदि उससे कुछ ज्यादा भी हो जाए तो मैं जब लौट कर आऊंगा मैं चुका दूंगा। അപ്പോ ആ വഴിയമ്പലക്കാരന്റെ ഒരേ ഒരു ചിന്ത, ആമേൻ ഇതിൽ അധികം ചെലവാക്കി കഴിഞ്ഞാലും ഞാൻ ഭയപ്പെടേണ്ട, എനിക്ക് വേണ്ടി ബാക്കി തരുവാൻ ആ വ്യക്തി മടങ്ങി വരും. तो वहां पर हम देखते हैं कि उस सराय के मालिक के अंदर का एक ही एक विचार रहता है, क्योंकि यदि मैं इस दिए हुए सिक्के से यदि ज्यादा भी खर्च करने की अवस्था हुई तो मुझे कोई चिंता करने की आवश्यकता नहीं है, क्योंकि जिसने मुझे देकर गया उसने ये वादा किया है कि वह लौट कर उसे पूरा चुका देगा। ആ വഴിയമ്പലക്കാരൻ ഈ മുറിവേറ്റ വ്യക്തി ഇതിൽ നിന്നും എന്തെങ്കിലും ലഭിക്കുമെന്നല്ല പ്രതീക്ഷിക്കുന്നത്. वो सराय के मालिक ये उम्मीद नहीं कर रहा कि ये जो चोट लगा हुआ व्यक्ति से मैं कुछ प्राप्त करूं। മുറിവേറ്റ വ്യക്തിയും ഈ വഴിയമ്പലക്കാരൻ എന്നേക്കും എന്നെ ഇവിടെ കരുതിക്കൊള്ളും എന്നല്ല ചിന്തിക്കുന്നത്.
और ये चोट लगा हुआ व्यक्ति भी ये नहीं सोच रहा कि ये सराय के मालिक जो हैं ये मुझे अपने जीवन भर में मुझे यहाँ पर देखभाल करेंगे। രണ്ടുപേരുടെയും നോട്ടം കാത്തിരിപ്പ് ഒരേ ഒരു വിഷയമാണ്. ആ പോയ വ്യക്തി മടങ്ങി വരും. और दोनों लोगों का एक ही एक इंतजार है, या दोनों लोगों का एक ही एक इंतजार करने का अवसर है कि जो व्यक्ति उनको वहां छोड़कर गया है वे लौट कर आएंगे। അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലവും നമ്മോട് വാക്ക് പറഞ്ഞിട്ട് പോയ ആ കർത്താവിനെ തന്നെ നമുക്ക് കാത്തിരിക്കാം. അവൻ വേഗം മടങ്ങി വരും. ऐसा है तो हम आज इस सुबह के समय में हमें वायदा दिया हुआ परमेश्वर की और अपने आप को हम इन बाट जोते हुए इंतजार करते हुए रखेंगे। वो जैसा गया वैसा वापस आएगा। മോശ വരുവാൻ താമസിക്കുന്നത് അറിഞ്ഞിട്ട് ജനം ആമെ വഴിതെറ്റിപ്പോയി. मूसा के आने की देरी होने के कारण इजरायली लोग अपने मार्ग में से भटक गए। കർത്താവിന്റെ വരവ് താമസിക്കുന്നു എന്ന് ചിന്തിച്ച് നാം വഴിതെറ്റി പോകരുത്. परमेश्वर के आगमन में देरी है ये बात को सोचते हुए हम अपनी रास्ता या प्रभु के मार्ग में से भटक ना जाए। കർത്താവിന്റെ വരവ് ഏത് സമയത്തും സംഭവിക്കാം. നാം എപ്പോഴും ഒരുക്കമുള്ളവരായി തീരുക. प्रभु यीशु मसीह का आगमन किसी भी क्षण में हो सकता है, इसीलिए हम हमेशा अपने जीवन को तैयारी के साथ रखें। യേശു ക്രിസ്തു പറയുന്നത് വിശ്വസ്തനായ ദാസനായിരിക്കുന്നവൻ ഭാഗ്യവാൻ. यीशु मसीह इस प्रकार कहता है, जो दास विश्वास योग्य ठहरता है वे लोग परमेश्वर की ओर से आशीषित लोग हैं। ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. दिनों में हम भी प्रभु के सम्मुख में विश्वास योग्य बने रहने के लिए परमेश्वर हमारी सहायता करने दे। ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. एक क्षण अपने आंखों को बंद करके हम प्रार्थना में अपने जीवन को ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. आज सुबह के समय हम अपने आप को प्रभु के हाथों में हम सौंप दें। കർത്താവിന്റെ വരവിങ്കൽ വിശ്വസ്തരായി നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കാൻ പ്രാർത്ഥിക്കാം. प्रभु यीशु मसीह के आगमन तक विश्वास योग्य बनकर रहने के लिए प्रभु हमारी सहायता करने पाए। എന്നാൽ കർത്താവ് ആമേ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള പ്രതിഫലം നമുക്ക് പ്രാപിപ്പാൻ കഴിയും. ऐसा यदि हो तो प्रभु यीशु ने हमारे लिए जो भी प्रतिफल को वहां पर हमारे लिए रखा है वे हम अपने जीवन में प्राप्त कर पाएंगे। ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आज इस सुबह के समय में हम अपने आप को प्रभु के हाथों में हम पूर्ण रीति से समर्पित करें। പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. स्वर्गीय पिता, आज इस अच्छे समय के लिए हम आपका धन्यवाद करते हैं। ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. आज सुबह के समय में प्रभु आपने जिन वचनों से हमारे बीच में बोले उसी के लिए धन्यवाद। ആ വചനപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. वचन के अनुसार अपने जीवन को ले चलने के लिए हम प्रभु आपके हाथों में अपने आप को सौंपते हैं। വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. वचन सुना हुआ सभी प्रिय लोगों को पिता पुत्र पवित्र आत्मा के नाम से आशीष देकर हम प्रार्थना करते हैं। ശുശ്രൂഷിപ്പാൻ ഞങ്ങളെയും ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. प्रभु की सेवकाई करने के लिए प्रभु आपने हमें भी बलवंत किया, इसलिए धन्यवाद देते हैं। ആമേൻ. അങ്ങ് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. आपने हमें आशीषित किया, उसी के लिए हम धन्यवाद करते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुनने के लिए धन्यवाद। यीशु मसीह के नाम से प्रार्थना मांगते सुनो, दया से कबूल कर प्रभु। आमीन। ആമേൻ.